സ്കിൻ ഇഷ്യൂ ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് ഹെയർ ഇഷ്യൂ ആണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ലിസൺ ടു മീ. ഓക്കെ, നിങ്ങളെ ഇൻസെക്യൂരിറ്റി അതിപ്പോൾ എന്തും ആയിക്കോട്ടെ, ആക്നി ആയിക്കോട്ടെ, ഹെയർ ഫോൾ ആയിക്കോട്ടെ, ഡാൻഡ്രഫ് ആയിക്കോട്ടെ, ഡാർക്ക് സർക്കിൾസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതിന് പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണോ നോക്കുക. അവൈലബിൾ ആയിരിക്കും. ഇനി എത്ര പ്രൊഡക്ട്സ് ഉണ്ട് നോക്കുക. നമുക്ക് എണ്ണാൻ കഴിയില്ല, അത്രയും പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും. അപ്പോഴത്തേന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നിങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല ഇതുള്ളത്, ഇത് കുറേ പേർക്കുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഇത്രയും പ്രൊഡക്ട്സ്. അപ്പൊ അങ്ങനെ അത് നോർമലൈസ് ചെയ്യാൻ നോക്കുക, ഒന്നാമത്തത്. പിന്നെയുള്ള വേറൊരു കാര്യം, ഈ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ട്രെൻഡ് വന്നു, എല്ലാവരും അത് ഫോളോ ചെയ്യുകയാണെന്ന് വെച്ചോ. എല്ലാവരും അത് ഫോളോ ചെയ്യുമ്പോൾ എല്ലാവരും കാണാൻ ഒരേപോലെ ഉണ്ടാവും. അതിപ്പോൾ ഫാഷൻ ട്രെൻഡ് മാത്രമൊന്നുമല്ല, ഞാൻ പറഞ്ഞത് ബ്യൂട്ടി എവറിത്തിങ്. നിങ്ങൾ എല്ലാവരും ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനനുസരിച്ചിട്ടാണ് നിൽക്കുന്നത്, അങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചോ. എല്ലാവരും കാണാൻ ഒരേപോലെയാണ് ഉണ്ടാവുക. അതിലെന്ത് ബ്യൂട്ടിയാണ് ഉള്ളത് എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുവാണ്. ഇംപെർഫെക്ഷൻസ് ആണ് ബ്യൂട്ടി, യുണീക്നെസ് ആണ് ബ്യൂട്ടി. അല്ലാതെ എല്ലാവരും ഒരേപോലെ ഇരിക്കുന്നത് ബ്യൂട്ടി അല്ല. നിങ്ങളിൽ കോൺഫിഡൻ്റ് ആവാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ ബ്യൂട്ടിഫുൾ അല്ല എന്ന് വിചാരിക്കുന്നുള്ളത്, പിന്നെ നിങ്ങൾ സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല മക്കളെ. ഡോണ്ട് ട്രൈ ടു ഫിറ്റ് ഇൻ. ഓക്കെ, നെവർ എവർ ബി സ്റ്റാൻഡ് ഔട്ട്. നിങ്ങളെ യുണീക്ക് ബ്യൂട്ടി അങ്ങ് അഡ്മയർ ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, I know it's not easy journey, but it's possible.